നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ ഇടയിൽ കുട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂള് കോളേജുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ ചെറിയ കുട്ടികളുടെ കുട്ടിയാൽ മതി. അവരുടെ ഇടയിൽ വലിയ ഫാൻ ബേസ് ഉള്ള ഒരാളാണ് തൊപ്പി. തൊപ്പിയുടെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. തൊപ്പിയുടെ പേരിൽ അലിഗേഷൻസ് ഒരുപാടുണ്ട്. ഒരുപാട് കേസുകൾ പല സ്ഥലങ്ങളിലായിട്ട് തൊപ്പിയുടെ പേരിൽ വരാറുണ്ട്. അപ്പോഴൊക്കെ തൊപ്പിയെ ന്യായീകരിച്ച് വീഡിയോ ഇട്ട് സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്ന ഒരു പറ്റം കുട്ടികളുണ്ട്, ചെറിയ കുട്ടികൾ. അവർക്ക് അതായത് നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം വേറൊരാൾ ചെയ്യുമ്പോൾ അമാനുഷികത എന്തോ ഉണ്ടോ എന്ന രീതിയിലാണ് കുട്ടികൾ അവരെ ആരാധിക്കുക. അങ്ങനെ വലിയ ഫാൻ ബേസ് ഉള്ള ആളാണ് തൊപ്പി. ആ തൊപ്പി കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ 16-ാം തീയതി തൊപ്പി താമസിക്കുന്ന തമ്മനത്തെ അപ്പാർട്ട്മെന്റിൽ പാലാരിവട്ടം പോലീസ് ഒരു റെയ്ഡ് നടത്തി. ആ റെയ്ഡിൽ MDMA പിടിച്ചു. ആ പോലീസിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ റെയ്ഡ് നടക്കുന്നത്. MDMA പിടിച്ചു. തൊപ്പി മുങ്ങി. തൊപ്പി മാത്രമല്ല, തൊപ്പിയുടെ കൂടെ അപ്പാർട്ട്മെന്റിലുണ്ടായ 3 സ്ത്രീകളും മുങ്ങി. തൊപ്പിയുടെ ഡ്രൈവർ ജാഫിറോ അങ്ങനെ കണ്ടാണ് ആളുടെ പേര്. അയാളാണ് ഇവർക്ക് ഈ ലഹരി സാധനങ്ങൾ കൊണ്ട് എത്തിച്ചു കൊടുക്കുന്നതെന്ന് കൃത്യമായിട്ട് പോലീസിന് വിവരം കിട്ടി. പോലീസ് ഇവരെ കിട്ടിയില്ല, സാധനം കിട്ടി. പോലീസ് പോയി അവിടെ FIR ഇട്ടു. അതിൽ തൊപ്പി 1-ാം പ്രതി, ബാക്കിയുള്ള 3 സ്ത്രീകളും പ്രതി, ഈ ചങ്ങാതി കൊണ്ട് കൊടുക്കുന്ന ഇവനും പ്രതി. ഇവരൊക്കെ പ്രതി ചേർത്തിട്ട് ഒരു FIR ഇട്ടു പോലീസ്. FIR ഇട്ട് അതിന് തൊട്ടു പിന്നാലെ ഇവരെല്ലാം മുങ്ങി. ആരെയും കിട്ടാനില്ല. ഇപ്പോൾ ഹൈക്കോടതിയിൽ തൊപ്പിയുടെയും ഈ 3 സ്ത്രീകളുടെയും മുൻകൂർ ജാമ്യാപേക്ഷ ഡിവിഷൻ ബെഞ്ചിന്റെ മുന്നിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ ഇതിന് മുന്നേ കുറച്ച് നാളുകൾക്ക് മുന്നെയാണ് തൊപ്പി ഒരു വീഡിയോ ചെയ്തത്. അതായത് ഞാനെല്ലാം അവസാനിപ്പിക്കുന്നു, വീട്ടുകാർ പോലും എന്നെ അംഗീകരിച്ചിട്ടില്ല, വീട്ടിൽ കയറ്റുന്നില്ല, പൈസയുണ്ട് പക്ഷേ അംഗീകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം കുടുംബത്തിൽ കയറാൻ പറ്റാത്ത അവസ്ഥയാണ്, അതുകൊണ്ട് ഞാനെല്ലാം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തൊപ്പി തൻ്റെ മുടിയൊക്കെ വെട്ടുന്ന ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ ജീവിതമല്ല, എനിക്കൊരു പുതിയ ജീവിതമാണ് എന്ന് പറഞ്ഞിട്ട്. ഈ പുതിയ ജീവിതം എന്നുകൊണ്ട് തൊപ്പി ഉദ്ദേശിച്ചത് ഇനി കഞ്ചാവ്, MDMA അതുപോലുള്ള സാധനങ്ങളുടെ വിപണനവും വ്യാപാരവും ഒക്കെ ആണോ എന്നതാണ് ഇപ്പോഴത്തെ ഒരു സംശയം. കാരണം പുതിയ ജീവിതം ഞാൻ നന്നാവാൻ പോകുന്നു എന്ന് പറഞ്ഞതിന്റെ തൊട്ട് പിന്നാലെയാണ് പാലാരിവട്ടം പോലീസ് റെയ്ഡ് ചെയ്തിട്ട് ഈ വക സാധനങ്ങൾ തൊപ്പിയുടെ അപ്പാർട്ട്മെന്റിൽ നിന്ന് പിടിച്ചത്. അപ്പോൾ എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ. ഓരോ പാരൻസിനോടാണ് പറയുന്നത്, യൂട്യൂബർമാർ ഒരുപാടുണ്ട്. യൂട്യൂബിന്റെ അനന്ത സാധ്യതകളിൽ ഒരുപാട് വഴികളിലൂടെയൊക്കെ നമ്മുടെ കുട്ടികൾ സഞ്ചരിക്കുന്നുണ്ടാവും. തൊപ്പി എന്നല്ല, ഏതൊരു വ്യക്തിയും കുട്ടികൾ അമിതമായിട്ട് ആരാധിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു കാര്യം ഇവരുടെ വീഡിയോകളിലൂടെ കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ടാവും. അങ്ങനെ സ്വാധീനിച്ചതിന്റെ ഫലമായിട്ടാണ് തൊപ്പിക്ക് ഇത്രയും വലിയ ഫാൻ ബേസ് ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെ തൊപ്പിയുടെ പേരിൽ കേസും കാര്യങ്ങളും ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ വളർന്നു വരുന്ന തലമുറയിലെ കുട്ടികൾ ഇതിനോട് എങ്ങനെയാണ്, ഏത് രീതിയിലാണ് അവർ പ്രതികരിക്കുന്നത് എന്നത് ഒരു ചോദ്യചിഹ്നമായിട്ട് മുന്നിൽ നിൽക്കും. കാരണം അവരുടെ ഉള്ളിൽ എന്താണ്, അവരെങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത് എന്ന് കാണാനുള്ള ഒരു കൗതുകം എല്ലാവർക്കും ഉണ്ട്. കാരണം ഈ എവിടെയായിരുന്നു, പരപ്പനങ്ങാടിയോ വളാഞ്ചേരി എങ്ങാണ്ട് തൊപ്പിയുടെ ഒരു പ്രോഗ്രാമിൽ കൂടുതൽ കുട്ടികൾ വന്നു എന്ന് പറഞ്ഞിട്ട് അന്ന് കുട്ടികൾ അവിടെ ഈ വലിയ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കി തൊപ്പിക്കെതിരെ കേസൊക്കെ എടുത്ത സമയത്ത് ഏറ്റവും കൂടുതൽ പ്രതികരണമായിട്ട് വന്നുള്ളത് ചെറിയ കുട്ടികളാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം പറയേണ്ടി വരുന്നത്. തൊപ്പിയുടെ അപ്പാർട്ട്മെന്റിൽ നിന്ന് MDMA പിടിച്ചതിൽ തൊപ്പിക്ക് പങ്കുണ്ട് എങ്കിൽ ഇതിൽ കൃത്യമായിട്ടും ശിക്ഷ എന്താണോ അത് അനുഭവിക്കേണ്ടി വരും.